2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മലയാളി താരം സഞ്ജു സാംസണും ഋഷഭ് പന്തിനൊപ്പം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടാണ് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയത്. രോഹിത് ശർമ്മ ടീമിനെ നയിക്കും. ഹാർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ. KL രാഹുലിനെ തഴഞ്ഞു. ശുഭ്മാൻ ഗില്ലിനെ പരിഗണിച്ചത് റിസർവ് ടീമിലേക്ക് മാത്രമാണ്. വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, ഏകദിന ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയ KL രാഹുലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? ക്രിസ്റ്റിന, ഈ ടീം ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത്, ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസന്റെ ഒരു ഇൻക്ലൂഷൻ തന്നെയാണ്. ആ ടീമിലേക്ക് സഞ്ജു സാംസൺ എത്തുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ശ്രീശാന്തിന് ശേഷം ലോകകപ്പ് കളിക്കുന്നു ഒരു മലയാളി താരം എന്നതിൽ നമുക്കേറെ അഭിമാനിക്കാം. 15 അംഗ സംഘത്തിലാണ് സഞ്ജു ഉള്ളത്. അതുകൊണ്ട് പ്ലേയിങ് 11-ൽ അദ്ദേഹത്തിന് ഇടം ലഭിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. അത് അവസാന നിമിഷത്തിൽ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരികയുമുള്ളൂ. ഇപ്പോൾ മനസ്സിലാക്കുന്നത് രണ്ടാം വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള നിലയിലാണ് സഞ്ജു സാംസനെ ടീമിലേക്ക് എടുത്തിട്ടുള്ളത്. ഋഷഭ് പന്താണ് ഒന്നാം വിക്കറ്റ് കീപ്പർ ബാറ്റർ. ഋഷഭിന് നേരത്തെ തന്നെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്നത് ഏതാണ്ട് വ്യക്തമായതായിരുന്നു. പിന്നീട് രണ്ടാം വിക്കറ്റ് കീപ്പർ ബാറ്റർക്കുള്ള ചർച്ചകളാണ് പ്രധാനമായും നടന്നത്. ഇഷാൻ കിഷൻ ആദ്യ റൗണ്ടിൽ തന്നെ ഒഴിവായിപ്പോയി എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് സഞ്ജു സാംസണും KL രാഹുലും രണ്ടു പ്രധാനപ്പെട്ട താരങ്ങൾ വരുന്നു. സീനിയോറിറ്റി ഒരു അല്പം കൂടുതൽ KL രാഹുലിന് തന്നെയാണ്. പക്ഷേ ഈ സമീപകാലത്ത് ഈ IPL ഏറ്റവും മികച്ച പ്രകടനം, സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയത് സഞ്ജുവാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് ഈ സെലക്ഷൻ കമ്മിറ്റി വന്നു. അതിലുള്ള പ്രധാനപ്പെട്ട കാരണം ഈ IPL അദ്ദേഹം ക്യാപ്റ്റനായി മത്സരിക്കുന്നു. ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മൈതാനത്ത് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മെച്യൂരിറ്റി, അതിനൊപ്പം മത്സരം അവസാനിപ്പിക്കുന്ന ഒരു ഫിനിഷറുടെ റോൾ പോലും അദ്ദേഹം എടുക്കുന്നുണ്ട്. അതിനൊപ്പം ബാറ്റിങ്ങിൽ അദ്ദേഹം സ്ഥിരത പുലർത്തുന്നുണ്ട്. വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവ് അപ്രോച്ച് ആകെ സഞ്ജുവിൽ ഈ സീസണിൽ ആകെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചാണ് KL രാഹുലിന് മുകളിൽ സഞ്ജു സാംസണ് ഇടം ലഭിക്കുന്നത്. അങ്ങനെ KL രാഹുൽ ഈ ടീമിൽ നിന്ന് ഒഴിവായി പോകുന്നു. രണ്ടാം വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ എത്തുന്നു. നേരത്തെ തന്നെ പ്രതീക്ഷിച്ച ചില പേരുകളുണ്ട്. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് നേരത്തെ തന്നെ ടീമിൽ ഇടം ഉറപ്പിച്ചതാണ്. യശസ്വി ജയ്സ്വാൾ ഒരു യങ് താരം, ഒരു വളരെ ചെറിയ ഒരു താരം. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ കളിക്കുന്നു. അദ്ദേഹത്തിനും ടീമിൽ നേരത്തെ തന്നെ സാധ്യത ഉണ്ടായിരുന്നതാണ്. വിരാട് കോഹ്ലി ഈ തുടക്കത്തിൽ ഈ IPL തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ചിലരെങ്കിലും സംശയം പ്രകടിപ്പിച്ചെങ്കിൽ ഈ IPL ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം അല്ലാതെ മറ്റൊരാൾക്ക് ആ പൊസിഷനിലേക്ക് കളിക്കാനില്ല എന്നതിലേക്ക് സെലക്ഷൻ കമ്മിറ്റിയും എത്തുന്നുണ്ട്. സൂര്യകുമാർ യാദവ് 2020-ൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനങ്ങളാണ് ടീമിൽ ഉറപ്പിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ വൈസ് ക്യാപ്റ്റനായ ഹാർദിക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പലരും സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. സെലക്ഷൻ കമ്മിറ്റി യോഗത്തിലും അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിലൊക്കെയുള്ള പിന്നോട്ട് പോക്ക് അതൊക്കെ തന്നെ കാര്യമായി ചർച്ചയിൽ വന്നു. പക്ഷേ അദ്ദേഹത്തിന് തത്തുല്യനായ ഒരു പ്ലെയറെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഹാർദിക് തന്നെ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി തുടരുന്നു. ശിവം ദുബെ സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചുകളിലാകും മത്സരം നടക്കുക എന്നത് കൂടി മുന്നിൽ കണ്ടാകും ശിവം ദുബെയെ കൂടി ടീമിലേക്ക് എടുക്കുന്നത്. രവീന്ദ്ര ജഡേജയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഓൾറൗണ്ടറാണ്. പക്ഷേ 7-ാം നമ്പറിൽ അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ചിലരെങ്കിലും സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത്തരം ചർച്ചകൾ നടന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രവീന്ദ്ര ജഡേജയും ടീമിലേക്ക് എത്തുന്നു. യുശ്വേന്ദ്ര ചഹൽ 2023 ഓഗസ്റ്റിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ടീമിലേക്ക് മടങ്ങിയെത്തുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ അത് ഉറപ്പിക്കപ്പെട്ട പേരാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പല പേരുകൾ നേരത്തെ പ്രതീക്ഷിച്ചത്. അതിനൊപ്പം തന്നെ ചില സർപ്രൈസിംഗ് ആയ അഡീഷൻ ഉണ്ട്. അതേസമയം ചിലരെ ഒഴിവാക്കിയ കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് റിങ്കു സിംഗിന്റെ കാര്യമാണ്. അദ്ദേഹം റിസർവ് ലിസ്റ്റിലേക്കാണ് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദമുണ്ട്. ഒരു ഫിനിഷർ എന്നുള്ള റോളിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ഈ IPL അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള അത്രയും അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പ്രകടനം വീണ്ടും ഒരിക്കൽ കൂടി അവസാന നിമിഷം സെലക്ഷൻ കമ്മിറ്റിക്ക് മുന്നിൽ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നതാവാം ഒരുപക്ഷെ അദ്ദേഹത്തിന് തിരിച്ചടിയായി റിസർവ് ലിസ്റ്റിലേക്ക് പോകാനുള്ള കാരണം. ഒപ്പം ശുഭ്മാൻ ഗില്ലിനെയും ഒഴിവാക്കാനുള്ള കാരണം റൈറ്റ് ഹാൻഡർ ബാറ്റർമാർ ഈ ടീമിൽ പലരുമുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരുണ്ട്. അതിൽ മറ്റൊരു അഡീഷൻ കൂടി ആ തരത്തിൽ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് സെലക്ഷൻ കമ്മിറ്റി പോയത് കൊണ്ടാണ് ഒരുപക്ഷെ ശുഭ്മാൻ ഗില്ലും റിസർവ് ലിസ്റ്റിലേക്ക് പോയത്. കൃഷ്ണ, ശരി. എന്തായാലും 2020 ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളികൾക്കേറെ അഭിമാനമാണ്. ശ്രീശാന്തിന് ശേഷം മറ്റൊരു താരം ടീമിലെത്തുന്നു. സഞ്ജു സാംസൺ ആരാധകർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഈ 15 അംഗ ടീമിലുണ്ടെങ്കിലും ആദ്യ 11-ൽ എത്താനുള്ള സാധ്യത എത്രത്തോളമായിരിക്കും എന്നൊക്കെ ക്രിക്കറ്റ് ആരാധകർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന്.